യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശെ മരിച്ചു. എന്റെ ദാസനായ മോശ മരിച്ചു. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയാം, ഷോർട്ട് മെസ്സേജ്. പഴയതിനെ വിടാതെ പുതിയതിനെ പിടിക്കാൻ പറ്റുകയില്ല. പഴയതിനെ ത്യജിക്കാതെ പുതിയതിലേക്ക് നമ്മൾ കയറാൻ പറ്റത്തില്ല. 2023 പല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ കൂടി കടന്നുപോയി. താഴ്ചകൾ വന്നു, ഉയർച്ചകൾ വന്നു. ദൈവം പ്രാർത്ഥന കേട്ടു, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നു. ചിലപ്പം ചില പ്രാർത്ഥനകൾ നിവർത്തിയായില്ല, പെൻഡിങ് ആണ്, വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആണ്. ഇനി നിവർത്തീകരിക്കാനുള്ള പല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. എങ്കിലും ഈ പഴയതിനെ ചിന്തിച്ച് പഴയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കയറരുത്. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ആക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേർപാടെന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റുകയില്ല. പഴയതിനെ വിടാൻ താല്പര്യമില്ല. പഴയതിനെ മുറുകെ പിടിച്ചോണ്ട് തന്നെ പുതിയതിലേക്ക് കയറുമ്പോൾ പഴയത് നമുക്ക് ത്യജിക്കാതെ പുതിയതിനെ പ്രാപിക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, 23 കണ്ടതല്ല, 23 അനുഭവിച്ചതല്ല, 24-ാം ആണ്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ചില പുതിയത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. എന്റെ ദാസനായ മോശ മരിച്ചു. യോശുവ മോശയുടെ ശിഷ്യനായി വളർന്നു വന്നവൻ, മോശയുടെ കൂടെ നടന്ന് അനുഭവത്തിൽ കൂടി നടന്നവനാണ്. മോശയെ വിട്ട് താൻ ഒരു കാര്യം ചെയ്യത്തില്ല. മോശ മരിച്ചു. പക്ഷെ യോശുവ മോശയിൽ നിന്ന് അകലാതെ അവൻ വീണ്ടും ദുഃഖിതനായി. അവൻ ജനത്തെ നടത്തേണ്ട കൽപ്പന ദൈവത്തിലിരുന്ന് ലഭിച്ചിട്ടും മുൻപോട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുക. പറയാൻ അവന് പലതും ഉണ്ട്, ദുഃഖം അവന് പറയാനുണ്ട്. അവന് വേണമെങ്കിൽ പറയാം, എൻ്റെ നാഥൻ പോയി, എൻ്റെ ലീഡർ പോയി, എനിക്കതിന് കഴിവില്ല, എനിക്കങ്ങോട്ട് മുൻപോട്ട് പോകാൻ പറ്റുകയില്ല, എനിക്ക് ഈ ജനത്തെ നടത്താൻ പറ്റുകയില്ല. കാരണം മോശ അനുഭവിച്ച ആ ബദ്ധപ്പാടുകൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, എന്നെ കൊണ്ട് ഒക്കുകയില്ല എന്നൊക്കെ ഒഴുകഴി പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നത്, സ്തോത്രം, എന്റെ ദാസനായ മോശ മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലത്തെ സിസ്റ്റമിൽ ഒതുങ്ങിപ്പോകരുത്, ഇന്നലത്തെ കാഴ്ചപ്പാടിൽ ഒതുങ്ങിപ്പോകരുത്. മുൻപോട്ട് പോകാൻ താല്പര്യമുള്ളവർ, അടുത്ത ലെവലിലേക്ക് വളരാൻ താല്പര്യമുള്ളവർ, അങ്ങനത്തെ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ദൂതുള്ളത്. സ്തോത്രം, സ്തോത്രം. പുതിയ വർഷത്തിൽ ദൈവം എന്തൊക്കെ പുതിയത് ചെയ്യാൻ പോകുന്നു. സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറയാത്തപ്പോൾ ഇനി പഴയതിനെ മറക്കാൻ താല്പര്യമില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു. സ്തോത്രം. പഴയതിനെ മറക്കാതെ പുതിയത് ദൈവം ചെയ്യുകയില്ല. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ഇന്നലകളുള്ള സിസ്റ്റം, ഇന്നലകളിൽ പഠിച്ചു വെച്ചത്, നമ്മൾ പാടിയത്, നമ്മൾ പ്രാർത്ഥിച്ച ആ ലെവൽ വിട്ട് അടുത്ത ലെവലിലേക്ക് എനിക്ക് ആത്മാർത്ഥമായിട്ട് എൻ്റെ കുടുംബം, ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കും, അടുത്ത ലെവലിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം പിശാച് കേൾക്ക് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഒന്നാമത്തെ ആക്ടാണ്, പ്രവർത്തനമാണ് പ്രോസസ്സിങ്. അടുത്ത ലെവലിലേക്ക് ഉള്ളതിനെ സ്വാധീനം ചെയ്യുക. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, എൻ്റെ ദാസനായ മോശ
മരിച്ചു. അതുകൊണ്ട് യോശുവേ, ഇനി എനിക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നല്ല പറയുന്നത്. നീ ഇരിക്കുന്ന ഇരിപ്പെടുത്തരുത്, എഴുന്നേൽക്കണം, എഴുന്നേൽക്കണം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ചിലർ ഇരുന്നു പോയവരോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, നീ ഒന്ന് എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം, കൊടഞ്ഞ് എഴുന്നേൽക്കണം. പഴയതിനെ പാടിക്കൊണ്ടിരിക്കരുത്. ഇമോഷണലായിട്ട് അനേകരെ നീ വേണമെങ്കിൽ വശീകരണം ചെയ്യുക. ഇമോഷണലായിട്ട് കഥ പറഞ്ഞ്, സ്റ്റോറി പറഞ്ഞ്, ദുഃഖം പറഞ്ഞ്, ഇന്നലകളോട് ചരിത്രങ്ങൾ പറഞ്ഞ് നിന്റെ സമയം വേസ്റ്റ് ചെയ്യാനല്ല. ഇന്ന് രാത്രി 2024 കയറുന്നതിന് മുൻപ് ഒരു തീരുമാനം എടുക്കണം. എന്റെ ജീവിതം ഇങ്ങനെ പോകാനുള്ളതല്ല, അടുത്ത ലെവലിലേക്ക് ഞാനും എന്റെ കുടുംബം ഞങ്ങൾ കയറും. സ്വത്രം സ്വത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, മത്തായി സുവിശേഷം 9:17 ഇങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാനില്ല. പകരുന്ന പഴയ തുരുത്തി ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം പുതിയത് ചെയ്യണമെങ്കിൽ നിന്റെ തുരുത്തി ഒന്ന് പുതുക്കണം. സ്വത്രം പറയുന്നില്ല, സ്വത്രം പറയുന്നില്ല. Somebody shout a change. ഒരു വ്യത്യാസം വേണം. സ്വത്രം സ്വത്രം. ഈ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലൊക്കെ പറയുകയാണെങ്കിൽ, ഈ കമ്പ്യൂട്ടറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത്ര GB എന്നുണ്ട്. 40 GB, 80 GB, 250 GB, 500 GB, 1 TB, ഇങ്ങനെയൊക്കെ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് ഒത്തവണ്ണം അത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അത് എന്ത് സേവ് ചെയ്താലും അത് പോരട്ടെ 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 എന്ന് പറയും. സ്വത്രം. അതിൻ്റെ കപ്പാസിറ്റി തീർന്ന് അത് പറയും സ്വത്രം, സ്വത്രം. അത് പറയും ഡാറ്റ ഫുൾ ഇല്ല, മെമ്മറി ഫുൾ, ഡിലീറ്റ് സം ഫയൽസ്. സ്വത്രം. ഡിലീറ്റ് സം ഫയൽസ്. 23-ലുള്ളത് അല്ലെങ്കിൽ 24-ലേക്ക് കൊണ്ടുപോകരുത്. ചില ഫയലുകൾ ഡിലീറ്റ് ചെയ്യണം. അത് സമ്മതിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. യേശു കർത്താവ് പറഞ്ഞതാ, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാൻ പറ്റുകയില്ല. സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. 9:17 പെട്ടെന്ന് വായിച്ചോ. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ്. പകർന്ന എന്നാവും? തുരുത്തി പൊളിഞ്ഞ്. തുരുത്തി പൊഴിയും. സ്വത്രം. തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞു ഒഴുകിപ്പോകും. വീഞ്ഞ് വേസ്റ്റായി പോകും, ഒഴുകിപ്പോകും. തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കാവൂ. സ്വത്രം. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ദൈവം പകരത്തുള്ളൂ. മൈൻഡ് സെറ്റ് ചേഞ്ച് ആയ ദൈവം നിനക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യും. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. മലയാളം സർവീസിലൂടെ ഞാൻ ദൂത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുതിയ കാഴ്ചപ്പാടോടെ, പുതിയ ചിന്താഗതിയോടെ, പുതിയ അനുഭവത്തിലോടെ, പുതിയ അഭിഷേകത്തോടെ എനിക്കൊന്ന് മുൻപോട്ട് പോകണം. പഴയതിനെ പുറകോട്ടെടുത്ത് കളഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ മുൻപോട്ട് പോകുമെന്ന് പറയുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ദൈവം ഈ 2024 ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. സ്വത്രം സ്വത്രം. പഴയതിനെ ചൊല്ലി കരഞ്ഞ് കരഞ്ഞ് നിൽക്കാനുള്ളതല്ല, പുതിയത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നു, ഒന്നാമത്തതിനെ നീക്കിക്കളയാതെ രണ്ടാമത്തതിനെ ദൈവം സ്ഥാപിക്കുകയില്ല. സ്വത്രം പറഞ്ഞില്ല. ഒന്നാമത്തതിനെ നീക്കിക്കളയണം, നീക്കിക്കളയണം. ഒന്നാമത്തത് നീക്കാതെ രണ്ടാമത്തത് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് പഴയത് വേണോ, പിടിച്ചു വെച്ചോണ്ട് അവിടെ ഇരുന്നു. പഴയ സ്റ്റോറി പറയണോ, പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. പഴയ കഥ പറയണോ, പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. പക്ഷെ രണ്ടാമത് ദൈവം സ്ഥാപിക്കണമെങ്കിൽ നീ ഒന്നാമതിനെ മാറ്റിക്കളയണം. സ്വത്രം. പഴയതിനെ മാറ്റണം. വായിച്ചോ 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 വായിച്ചോ. 10:9. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ
ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. സ്വത്രം പറയുന്നില്ലല്ലോ. നിങ്ങൾ സ്വത്രം പറയുന്നില്ല. ഞാൻ ഒന്ന് മുൻപോട്ട് വരട്ടെ. സ്വത്രം. ഒന്നാമത്തത് നീക്കിക്കളയാൻ മനസ്സിരിക്കണം. സ്വത്രം പറയണ. ആമേ. നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല അനുഭവങ്ങൾ കൂടി കടന്നു പോയവരാ. കയ്പിൻ്റെ വേര് പലപ്പോഴും നമ്മുടെ അകത്ത് ആഴത്തിൽ ഇറങ്ങി പതിയിരിക്കുക. ഇന്ന് രാത്രി ആ കയ്പിൻ്റെ വേരൊന്ന് മാറ്റട്ടെ. മാറ്റാൻ പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ വിട്ട് പുറത്തു വരാൻ പറ്റുമോ? രണ്ടാമത്തത് എനിക്കൊന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ സ്ഥാപിക്കണമെങ്കിൽ അതിന് ആദ്യം നിങ്ങൾ ഒരുങ്ങണം. 2024 കയറുന്നതിന് മുൻപേ നിങ്ങൾ തീരുമാനമെടുക്കണം. പുതിയ തുരുത്തിയായി ദൈവത്തിലിരുന്ന പുതിയ വീഞ്ഞ് എന്ന് പറഞ്ഞ പുത്തൻ അഭിഷേകം ഞാൻ പ്രാപിച്ചെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. ഇനി ലേവ്യ പുസ്തകം 26:10. ഞാൻ വേഗത്തിൽ പറയാം, നിങ്ങൾ വായിക്കുന്നത് ലേറ്റ് ആകുന്നത് കൊണ്ടാണ്. ഞാൻ ലേവ്യ പുസ്തകം 26:10. നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിന്റെ നിമിത്തം പഴയത് പുറത്തിറക്കുകയും ചെയ്യും. കേട്ടോ, നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിന്റെ നിമിത്തം പഴയതിനെ നിങ്ങൾ എന്താ ചെയ്യുന്ന? പുറത്തെടുക്കുന്ന. സ്വത്രം പറയാത്ത അതെങ്ങനെ? പക്ഷേ അങ്ങനെ വിടാൻ പറ്റുമോ? എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചേ, പഴയത് വിടുക്കില്ല അമ്മച്ചി, കഥ പറയും. സ്വത്രം. മോനെ, അവര് പണ്ടത്തെ കഥ അവിടെ തുടങ്ങും. സ്വത്രം. ഞാൻ പറയും, എന്നോട് പ്രസംഗിക്കരുത് എന്ന്. സ്വത്രം. പഴയത് വിട്. ദൈവം പുതിയത് ചെയ്യാൻ പോകുന്നു. പുതിയതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. പാടിയത് തന്നെ പാടിക്കൊണ്ടിരിക്കാതെ ചില നുഖങ്ങളെ പൊട്ടിക്കാൻ ദൈവം നിന്റെ മേൽ ഒരു പുത്തൻ അഭിഷേകം അയക്കാൻ താല്പര്യപ്പെടുന്നു. ആമേ. അതിന് നീ വില്ലിംഗ് ആയിരിക്കണം. Your mindset must be changed. നിന്റെ മനസ്ഥിതി ഒന്ന് വ്യത്യാസപ്പെടണം. എന്തായാലും എനിക്ക് പ്രായം ചെന്നു, എന്നെ കൊണ്ട് ഒക്കത്തില്ല. ചിലരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി 23 അല്ല, ഇനി 32 വന്നാലും സ്വത്രം ഞങ്ങളിങ്ങനൊക്കെ. ആ ചിന്താഗതി ഒന്ന് പൊളിക്കണം. അതും താല്പര്യമുള്ളവർ മാത്രം ഒരു ആമ്യം പറഞ്ഞാട്ടെ. ആ ചിന്താഗതി ഒന്ന് പൊളിക്കണം. സ്വത്രം. എത്ര പേര് പറയുന്നു എനിക്കൊരു ഡബിൾ പോർഷൻ അനോയിന്റിങ് വേണം? എത്ര പേര് പറയുന്നു പുത്തൻ അഭിഷേകം വേണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ചിലതിനെ നീക്കേണ്ടതിനെ നീക്കണം. ഈ വർഷത്തില് 2024 ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പുതിയ ആത്മാക്കൾ ഇവിടെ വരാൻ പോകുന്നു. പുതിയ കുടുംബങ്ങൾ ഇവിടെ വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ കാണുന്നു ദൈവ കൃപയുള്ള, അധികാരമുള്ള, അഭിഷേകമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. മറുതലിച്ചതിന്, വിഘടിച്ചു നിന്നതിന്, ചേഞ്ച് ആകാൻ താല്പര്യമില്ലാത്തതിന് ദൈവം ഒതുക്കി നിർത്തുമ്പോ പുത്തൻ അഭിഷേകം കൊണ്ട്, പുത്തൻ ആൾക്കാരെ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തില് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്നാ? പുത്തൻ അഭിഷേകം വേണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടിയ അഭിഷേകം കൊണ്ട് എന്ത് ചെയ്തു? സ്വത്രം പറ, എന്നോട് പറ. കിട്ടിയ അഭിഷേകം കൊണ്ട് 10 പേർ. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം കണ്ട മനുഷ്യനാര്? ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം കണ്ട മനുഷ്യന് ലാസറാണോ? മരിച്ചു, നാറ്റം വെച്ചു, 4-ാമത്തെ ദിവസമാണ് അവനെ ഉയർപ്പിക്കുന്ന ദൈവം. അതിൽ വലിയ അത്ഭുതം ഞാൻ കണ്ടില്ല. ഹലോ, സ്വത്രം. ഏറ്റവും വലിയ അത്ഭുതം ലാസറ കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ലാസറേ
ഇത്രയും വലിയ അത്ഭുതം കണ്ട മനുഷ്യനാ നീ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നു 11-ാം അധ്യായത്തിൽ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ അവനെ ദൈവം ഉയർപ്പിക്കുന്നു. 12-ാം അധ്യായത്തിൽ പന്തിയിലിരുന്നു, യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നു, അവൻ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവന് ഒരു വിവരമില്ല. ഈ 23 കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. 24ലേക്ക് സ്വത്രം കയറുമ്പോ തന്നെ ഒരു തീരുമാനം എടുക്കണം. I want to change. I want change. Something change. നിങ്ങൾ ഈ കാലാവസ്ഥ നോക്കിയേ. കാലാവസ്ഥ സമ്മറുണ്ട്, വിൻ്ററുണ്ട്, റൈനി സീസൺ ഉണ്ട്, നമുക്ക് സ്പ്രിംഗ് ഉണ്ട്. ആമേൻ. നമുക്ക് ഈ കാലാവസ്ഥ ചേഞ്ച് ആവുന്നു, പക്ഷെ നമ്മൾ മാത്രം ചേഞ്ച് ആവത്തില്ല. സ്വോത്രം. ചേഞ്ച് വേണം. ഒന്ന് തൊട്ടടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് ഒന്ന് കുലുക്കി പറ, ചേഞ്ച് ആക, ചേഞ്ച് ആക. സ്വോത്രം. കണ്ടോ, നമ്മുടെ ബാലു ബ്രദർ വാഗോണ്ട് പറഞ്ഞു, ചുമ്മാ ഇങ്ങനെ കൈ കുലുക്കി പറയത്തില്ലല്ലോ. ഉള്ളം കൊണ്ട് വിശ്വസിക്കും, വാഗോണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. പറ പറ, ഒന്ന് ചേഞ്ചായി മനുഷ്യ, ഒന്ന് ചേഞ്ച് ആക. ഭർത്താവിനോട് പറയണം, ഭാര്യ പറയണം, സ്വോത്രം ഒന്ന് ചേഞ്ച് ആക. ആർക്കും ചേഞ്ച് ആകാൻ ഇഷ്ടമില്ല. ചേഞ്ച് ആകാതെ ദൈവം വലിയ കാര്യം ചെയ്യത്തില്ല. ആമേ ആമേ. നമുക്കെല്ലാവർക്കും പറയാൻ ഹിസ്റ്ററിയുണ്ട്. ദൈവം ഹിസ്റ്ററി അല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് നിന്റെ ഡെസ്റ്റിനിയാണ്, നിന്റെ ഫ്യൂച്ചറാണ് ദൈവം നോക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞു. ആമേ ആമേ. ഈ ഡബിൾ പോർഷൻ അനോയിന്റിങ് വേണമെന്ന് പറഞ്ഞ് നമുക്കറിയുന്ന സ്റ്റോറി ആണല്ലോ, നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചതാണല്ലോ. ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ എലീശയോട് ചോദിച്ചു, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിൻ്റെ അഭിഷേകം, ഇരട്ടി പങ്ക് എനിക്ക് നൽകി തരണം. 2 കിങ്സ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കത് കാണാം. അപ്പോൾ ഏലിയാവ് ഒരു വാക്ക് പറയുന്നു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുകയാണെങ്കിൽ അത് നിനക്ക് ലഭിക്കും. സ്വത്രം സ്വത്രം. ഏലിയാവ് എടുക്കപ്പെട്ടു, എലീശ കണ്ടു. അല്പം കഴിഞ്ഞപ്പം കണ്ടില്ല. സ്വത്രം. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 12-ാം വാക്യം. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. ആദ്യം എന്ത് ചെയ്തു? ആദ്യം കണ്ടു, പിന്നെ അവനെ കണ്ടില്ല. പിന്നെ അവനെ കാണാത്തപ്പം അടുത്തപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 കണ്ണമായി അവൻ കീറിക്കളഞ്ഞു. എന്ന് പറഞ്ഞ പുത്തൻ അഭിഷേകം വേണമെങ്കിൽ പഴയ വസ്ത്രത്തെ കീറിക്കളയണം. പഴയത് വെച്ചോണ്ട് പുതിയതിന് പ്രാർത്ഥിക്കരുത്. 2024 കയറുമ്പോ എനിക്കൊരു പുത്തൻ അഭിഷേകം വേണം. പുത്തൻ കാഴ്ചപ്പാടോടെ, പുത്തൻ ദർശനത്തോടെ, പുത്തൻ സാന്നിധ്യത്തോടെ, ദൈവികമായ അല്ലലിയ വചന വെളിപ്പാടോടെ എനിക്കൊന്ന് 24 കയറണമെന്ന് താല്പര്യപ്പെടുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വാതോർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആ ആഗ്രഹത്തോടെ വന്ന് ആ പഴയ വസ്ത്രത്തെ കീറി 2 കഷണമായിട്ട് നീ അതിനെ കീറുമ്പോ ദൈവത്തിന്റെ പുത്തൻ പുതപ്പ് നിന്റെ മേലെ ഇറങ്ങി വരും. വായിച്ചോ 13 വായിച്ചോ. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങി ചെന്ന് സ്വത്രം 12 2 കഷണമായി അവന്റെ വസ്ത്രത്തെ അവൻ കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്റെ മേൽ നിന്ന് വീഴുന്ന പുതപ്പെടുത്തു. സ്വത്രം. കീറുമ്പോ വീഴേണ്ട പുതപ്പ് നിന്റെ മേൽ വീഴും. സ്വത്രം പറഞ്ഞാട്ട്. അല്ലല്ലേ, വിടേണ്ടത് വിടുമ്പോ പുത്തൻ പുതപ്പ് നിന്റെ മേൽ വീഴുന്നിരിക്കും. സ്വത്രം.
ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. പാവം പിടിച്ച കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ഉന്നതന്മാരായവര് ചരിത്രം പറയുന്നുണ്ട്. പണക്കാരൻ്റെ കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ പോയവരും നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഉള്ളതിനെ നശിപ്പിക്കുന്നവരുമുണ്ട്. ഈ പകൽക്കാലം ഈ രാത്രി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ദൈവം നിന്റെ കയ്യിൽ തരുന്നതിന് അത് അനുദിനം വർദ്ധിപ്പിക്കത്തക്കവണ്ണം ദൈവം തരുന്നത് ഈ കുടുംബമാകട്ടെ, അതിൻ്റെ അകത്തിരിക്കുന്ന സമ്പത്താകട്ടെ, ജോലിയാകട്ടെ, അതിൽ കൂടി വരുന്ന നന്മകളാകട്ടെ, ബിസിനസ് ആകട്ടെ, അത് അടുത്ത ലെവലിലേക്ക് കയറണമെന്ന്, ശുശ്രൂഷ ആകട്ടെ, അടുത്ത ലെവലിന്റെ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ ശബ്ദത്തിന്റെ പരിമിതിയിൽ എവിടൊക്കെ ഈ ശബ്ദം പോകുന്നു, ചിലർ വിഘടിച്ചു നിൽക്കുക, ചിലർക്ക് ഇതൊന്നും വേണ്ട. പക്ഷേ ഇന്ന് രാത്രി ദൈവം ചിലരെ തേടുന്നു. പുത്തൻ അഭിഷേകം ദാഹിക്കുന്ന, പുത്തൻ കാഴ്ചപ്പാടോടെ പുറത്തു വരാൻ ദാഹിക്കുന്ന ഒരു കൂട്ടത്തിന്റെ മേൽ പുത്തൻ പുതപ്പ് വീഴാൻ പോകുന്നു. അഹങ്കാരികളോടെ ദൈവം എതിർത്തു നിൽക്കും. നഗളികളോടെ ദൈവം എതിർത്തു നിൽക്കും. ആമേൻ. പക്ഷേ താഴ്മ ധരിക്കുന്നവർക്ക് ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റണമേ, എൻ്റെ ജീവിത ശൈലിയെ ഒന്ന് മാറ്റണമേ, എൻ്റെ ചിന്താ മണ്ഡലത്തെ ഒന്ന് മാറ്റണമേ. Come on somebody, lift up your voice and pray. Change me Lord, change me. എന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണമേ, എന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തണമേ കർത്താവേ. പഴയ ചിന്താഗതിയെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, പഴയ ചിന്താഗതിയെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, ആ പാരമ്പര്യ കെട്ടുകളെ ഞാൻ പൊട്ടിക്കുന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മേലൊരു പുത്തൻ പുതപ്പ് എനിക്ക് ആവശ്യമുണ്ട് എന്ന് വാതർന്ന് ചോദിച്ചാട്ടെ. യോശുവേ, മോശ മരിച്ചു. സ്റ്റിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഇവൻ ദുഃഖിതനാ. യെസ്, ദുഃഖിതനാ. തന്റെ ലീഡർ മരിച്ചു. മുൻപോട്ടുള്ള വഴി എങ്ങനെയെന്ന് അറിയുന്നില്ല. പക്ഷേ ദൈവത്തിന് പറയാനുള്ള ദൈവത്തിന്റെ പദ്ധതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വ്യക്തിയെ നോക്കിയല്ല ദൈവം തന്റെ പദ്ധതി ഒരുക്കുന്നത്. എന്നെ ദൈവം ഒരു പദ്ധതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ തീരുന്നത് വരെ ദൈവമാണ് അതിൻ്റെ ചുമതല എടുക്കേണ്ടത്. അതിന് മുൻപ് ഏത് പിശാച്, അല്ലെങ്കിൽ ഏത് പന്ന പിശാച്, നാണം കെട്ട പിശാച്, ഇല്ല മന്ത്രവാദമോ ആഭിചാരമോ, ഇതൊന്നും എന്നെ തൊടാൻ പറ്റുകയില്ല. ഒരു ശാപം എന്നെ തൊടാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതി എൻ്റെ മേലുള്ളപ്പോ. അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പേടിപ്പെടുത്തും. പക്ഷെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു മോശ മരിച്ചു. വാട്ട് ഈസ് റോങ്? യെസ്, എല്ലാവരും ദുഃഖിതരാ. പക്ഷെ ദൈവവചനം പറയുന്നു, ആവർത്തന പുസ്തകം 34 അധ്യായത്തിൻ്റെ 8-ാം വാക്യം പറയുന്നു. 8-ാം വാക്യം Deuteronomy chapter 34 verse 8. Deuteronomy chapter 34 8. Previous verses I can repeat. 2 Kings chapter 2 verse 12 and 13. Leviticus 26:10, Hebrew 10:9, Matthew 9:17, and I started with Joshua chapter 1 verse 1. ആമേൻ. Deuteronomy ആവർത്തന പുസ്തകം 34:8 വായിച്ചോ. ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. 30 ദിവസം. എത്ര ദിവസം? 30 ദിവസം കൊണ്ട് എന്താ ചെയ്തോണ്ടിരിക്കുക ഇവര്? കരയുക. വരുന്നവർ കരയുക.
വരുന്നവര് ഞങ്ങളുടെ മോശ പോയല്ലോ. അപ്പൊ കൂടെ കരയുക. വായിച്ചോ. അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. 2023 ചിലത് തികഞ്ഞു, ചിലത് തികഞ്ഞു. Come on somebody. എന്റെ ജീവിതത്തിൽ കരയുന്ന കാലം തീർന്നു, നിലവിളിക്കുന്ന കാലം തീർന്നു, എന്റെ കണ്ണുനീരിന്റെ അവസ്ഥ തീർന്നു. 2024 ഞാൻ കയറുമ്പോ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷത്തോടെ. അതിനൊരു പീരീഡ് ഉണ്ടായിരുന്നു, അതിനൊരു കാലം ഉണ്ടായിരുന്നു, കരയാൻ ഒരു കാലം ഉണ്ടായിരുന്നു, വിലപിക്കാൻ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ആയുഷ്കാലമൊക്കെ അതല്ല ദൈവത്തിന്റെ പദ്ധതി. യേശുവിന്റെ നാമത്തില് പുത്തൻ അഭിഷേകം ചിലതിന്റെ മേൽ എഴുന്നേൽക്കുന്ന കൊടഞ്ഞ് എഴുന്നേൽക്ക, ചിലതിനെ കൊടഞ്ഞ് എഴുന്നേൽക്ക. വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങള്, ദുഃഖത്തിന്റെ ശക്തികള്, കണ്ണുനീരൊഴിപ്പിക്കുന്ന ദുരാത്മാക്കള് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശ്വാസിക്കുന്നു. The days of weeping and mourning for Moses came to an end. Hallelujah. 30 ദിവസം നീ കരഞ്ഞു. അപ്പൊ കരയാൻ ദൈവം അനുവദിച്ചു. Listen to me. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. 30 ദിവസം ദൈവം അനുവദിച്ചു കരയാനുള്ള. ആ വാക്യം നോക്കി ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. ഇന്ന് ചിലർ പറയണം, എന്റെ കുടുംബത്തിന്റെ അകത്ത് എന്നെ ഉപദ്രവിച്ച അന്ധകാര ശക്തിക്ക് വെല്ലുവിളിയായിട്ട് വിളിച്ചു പറ, നിന്റെ കാലം തികഞ്ഞു. Your time is finished. വാതർന്ന് പറ. ഹലോ, ചിലർക്ക് പറയാൻ പോലും മടിയാ. ആമേ. ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് നൽകുമ്പോൾ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 30 days for weeping time. കരയാൻ ഒരു സമയമുണ്ട് ഇല്ല? സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? എല്ലാത്തിനും ഒരു സമയമുണ്ട്. മോശ മരിച്ചു, ദുഃഖമാ, ദൈവം അനുവദിച്ചു. 30 ദിവസം കരഞ്ഞോ? അതല്ല നിന്റെ ജീവിതം ഉണ്ട്. എടാ യോശുവേ, നീ അവിടെ നിന്ന് എഴുന്നേൽക്ക്. സ്തോത്രം. Deuteronomy chapter 34 verse 6, 6-ാം വാക്യം. അവൻ അവനെ മോവാബ് ദേശത്ത് ബേത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. ആരാ അടക്കിയത്? മോശയുടെ ശവത്തെ യഹോവ ദൈവം അടക്കി. സ്തോത്രം. എന്തിനാ അടക്കി? ഇല്ലെങ്കിൽ അവരവിടെ ഒരു മെമ്മോറിയൽ ഇത് പണിഞ്ഞേനെ. പിന്നെ അവിടെ തന്നെ മോശയുടെ പേരിൽ ഒരു മെമ്മോറിയൽ പണിഞ്ഞ് അവരെവിടെയും പോകത്തില്ലായിരുന്നു. അവിടെ തന്നെ കരഞ്ഞ് നിലവിളിച്ച് അവിടെ തന്നെ ജീവിതം എൻഡ് ചെയ്യുമായിരുന്നു. ഹലോ, ആർ യു വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ഉദ്ദേശം വാഗ്ദത്ത ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അവിടത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ യാത്ര തുടങ്ങിയപ്പോ മോശയെ കണ്ടിട്ടല്ല ദൈവം പദ്ധതി ഇട്ടത്. സ്വത്ര. ഈ യാത്രയിൽ ഞാനുണ്ടോ ആരുണ്ടെന്നല്ല വിഷയം, ദൈവത്തിന്റെ പദ്ധതിയാണ് വിഷയം. ഇന്ന് അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഇവരുടെ പദ്ധതി എന്നായിരുന്നു? മോശയുടെ സ്വത്രം കല്ലറ ഒന്ന് പഠിക്കണം.
മോശയെ അടക്കിയിട്ട് ആ കല്ലറ ഒരു വിഗ്രഹമാക്കി, മോശ ദൈവമാക്കി, മോശയെ നോക്കി വിലപിച്ച് വീപ്പിംഗ് വാൾ എന്ന് പറയുന്നത്, ഇപ്പോഴും യെരുശലേമിൽ നിങ്ങൾ പോയ ദേവാലയത്തിൻ്റെ വീപ്പിംഗ് വാളുണ്ട്, കണ്ണുനീരിൻ്റെ ആ മതിൽ, ആ വിലാപത്തിൻ്റെ മതിൽ, വിലാപ മതിൽ. അവിടെ പോയി ഇങ്ങനെ തല അടിച്ചടിച്ചടിച്ച് കഴിഞ്ഞിരിക്കുക. സ്വത്രം. മോശയുടെ ശവം ഇവന്മാരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, സ്വത്രം, വാക്തത്വം പോയി, പാലും തേനും ഒഴുകുന്ന ദേശം പോയി, ദൈവം വേണ്ട. ഇവരവിടെ തന്നെ ഒരു മെമ്മോറിയൽ പണിഞ്ഞ് അവിടെ കൂടിയിരുന്നേ. സ്വത്രം. തമ്പുരാൻ ഇത് കണ്ടോണ്ടാ മോശയുടെ ശവം ഇവരെ കയ്യിൽ കൊടുക്കാതെ തമ്പുരാൻ കൊണ്ടുപോയി അടക്കിയത്. സ്വത്രം. ഈ വിഷയമായിട്ട് ഈവൻ പിശാചിന് ചോദ്യമുണ്ട്. പിശാച് മീക്കായില് മറുപടി പറയുന്നില്ല. സ്വത്രം. മീക്കായിൽ പറയുന്നേ, ദൈവം നിന്നെ ശാസിക്കട്ടെ. സ്വത്രം. എവിടെയോ വായിച്ച ഓർമ്മ ഉണ്ടല്ലോ എന്നാ ചിന്തിക്കുന്നേ. സ്വത്രം. ആമേ. യൂദയുടെ ലേഖനത്തിലുണ്ട്, 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിച്ച കാണാം. മീക്കായേൽ അവനോട് തർക്കിക്കാൻ നിന്നില്ല, അവനോട് അൺനെസസറി ആയിട്ട് വാദിക്കാൻ നിന്നില്ല. നീ പോയി പണി നോക്കണോ, ദൈവം നിന്നെ ശാസിക്കട്ടെ, എനിക്കിതല്ല ജോലി, ഞാൻ മുൻപോട്ട് പോവുക. ഇന്ന് ചിലര് മുൻപോട്ട് പോകുന്ന വഴിയാണ് നോക്കേണ്ടത്. കമോൺ സംബഡി. ചോദിക്കുന്നതിനും പറയുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞ് അവിടെ ഇവിടെയും അത് കഥ പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ജീവിതം അല്ല നമ്മുടെ. Who cares? ആമേ. എൻ്റെ ആഗ്രഹം എല്ലാവരും കൊണ്ടുപോകണമെന്ന്. സ്വത്രം. ചിലതിന് തല്ലിയാലും ബുദ്ധി പഠിക്കത്തില്ല. ചിലതങ്ങനെയാ. ചിലതിനെ ദൈവം ഉപ്പിലേക്ക് മാറ്റിവെക്കും. സ്വത്രം. അനുസരണം കെട്ടതിനെ ദൈവം മാറ്റിവെക്കും ഉപ്പിലേക്ക്. ദൈവവചനം പറയുന്നു, നീ മുൻപോട്ട് പോകണം, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു നല്ല ഫ്യൂച്ചറുണ്ട്, നിന്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. ഓ, വിശ്വസിക്കുന്നില്ലല്ലോ. സ്വത്രം. ആമേ. നമുക്ക് പറ്റുന്ന എന്നെ അറിയോ? ഫോർ എക്സാമ്പിൾ, സമൂഹൽ 3 ഓഫീസ് ഹാൻഡിൽ ചെയ്തവന്, പ്രവാചകനായിട്ട്, ന്യായാധിപതിയായിട്ട്, പുരോഹിതനായിട്ട് 3 ഓഫീസ് കൈകാര്യം ചെയ്ത മനുഷ്യനാ സമൂഹലിനോട് ദൈവം പറഞ്ഞു, സൗലിനെ അഭിഷേകം ചെയ്യാൻ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അഭിഷേകം ചെയ്തു. സ്വത്രം. അവൻ വിഘടിച്ചപ്പം തമ്പുരാൻ പറഞ്ഞു, ഐ ഫൗണ്ട് എ കിങ് ഫോർ മീ. ഞാൻ എനിക്ക് വേണ്ടി ഒരു രാജാവിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്വത്രം. സമൂഹലാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സമൂഹലാണെങ്കിൽ സൗലിനെ വിടാതെ പിടിച്ചോണ്ടിരിക്കുക. സ്വത്രം പറയുന്നില്ല. സ്വത്രം പറയുന്നില്ല. 1 സമൂവേലിന്റെ പുസ്തകം 16:1 വെച്ചേ. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? ചിലതിനെ ദൈവം തള്ളിക്കളഞ്ഞു. ദൈവം തെരഞ്ഞെടുത്തതാ, ദൈവം അഭിഷേകം ചെയ്തതാ. അപ്പന്റെ കഴുതയെ മേയ്ക്കാൻ പോയവനാ, അപ്പന്റെ കഴുതയെ തേടി പോയവനാ. രാജാവിന്റെ അഭിഷേകം കിട്ടിയപ്പോ സ്വത്രം അതിനെ കൊണ്ട് നടക്കാനുള്ള കൃപ ചോർത്തിക്കളഞ്ഞു. സമൂഹങ്ങളുടെ ദൈവം പറയുന്നു, ഇനി അവനെ കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. പോയത് പോട്ട്. നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. എന്നെ വിളിച്ച വിളി എന്താ, എന്നെ തെരഞ്ഞെടുത്തത് എന്താ. നമ്മുടെ ജീവിതത്തിൽ പലരും വരും, പലരും പോകും. പക്ഷെ എൻ്റെ വിളി ഒരു പിശാചിനും തടയാൻ പറ്റുകയില്ല. എൻ്റെ മേലുള്ള അഭിഷേകം ഒരു ശത്രുവിന് ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് നേരെ ഉയരുന്ന ഒരു ആയുധം ഫലിക്കുകയില്ല. You must change your attitude. നിന്റെ ചിന്താമണ്ഡലം മാറ്റിക്കൊള്ളു.
പഴയത് പിടിച്ചോണ്ടിരിക്കരുത്. ആമേ ആമേ. ദൈവം പറഞ്ഞു സൗൾ ഓൾഡ് ജനറേഷൻ, ദാവീദ് ന്യൂ ജനറേഷൻ. പഴയതിനെ മാറ്റാതെ പുതിയതിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹലോ, സൗലിനെ കുറിച്ച് സമൂവേൽ ദുഃഖിതനാ. അയ്യോ, സൗലിനെ അഭിഷേകം ചെയ്തതാണല്ലോ. അതെ, ചെയ്തതാ. പക്ഷേ അവന് അരുതാത്തതിൽ കൈയിട്ടത് കൊണ്ട് അവൻ പുരോഹിതന്റെ വസ്ത്രം കീറരുത്. വസ്ത്രം കീറിയ പൗരോഹിത്യം നഷ്ടപ്പെടും. സ്തോത്രം. പുരോഹിതന്റെ വസ്ത്രം അവൻ കീറി. സ്തോത്രം. അതോടെ അവൻ്റെ രാജ്യത്വം രണ്ടായി ദൈവം കീറി. സ്തോത്രം. ലിസൺ ടു മീ വെരി കെയർഫുൾ. അഭിഷക്തന്മാരെ തൊട്ട് കളിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൂതാത്. വളരെ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. നീ കളിക്കും, പക്ഷെ തമ്പുരാൻ നിന്നെ കളിപ്പിക്കും. സൗൽ, അവനെ കുറിച്ച് എന്തിനാ നീ ദുഃഖിക്കുന്നേ? ഞാൻ ഇസ്രായേൽ ജനത്തിന് ദ പ്രോബ്ലം, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. സൗലിനെ ദൈവം തെരഞ്ഞെടുത്തതല്ല. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ജഡ്ജസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 21:25 എന്ന് തോന്നുന്നു. 21:25. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. സ്വത്രം. രാജാവില്ല. അന്നേരാണ് ജനം ദൈവത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന പോലെ ഞങ്ങൾക്കൊരു രാജാവ് വേണം. അതുവരെ സമൂവേൽ ന്യായാധിപതിയായിട്ട് അവൻ നടത്തിക്കൊണ്ടിരുന്നു. രാജാവിൻ്റെ ആവശ്യമില്ലായിരുന്നു. അഭിഷക്തൻ നടത്തുമായിരുന്നു. Are you getting my point? മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾക്കൊരു രാജാവ് വേണോ? ദൈവം പറഞ്ഞു, എന്നാ പിന്നെ പിടിച്ചോ, ഒരു സൗലിനെ കൊടുത്തു. സൗൽ അവൻ വഴിതെറ്റിയപ്പം തമ്പുരാൻ പറഞ്ഞു, ഐ ഫൗണ്ട് എ കിങ് ഫോർ മീ. എനിക്കൊരു രാജാവിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ കാട്ടിൽ കിടക്കുന്നവനാണെങ്കിലും അവനെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന് കൊന്ത കുടുംബക്കാർ തള്ളിക്കളഞ്ഞാലോ ഞാൻ അവനെ സന്മാനിക്കുന്ന കാലമുണ്ട്. ഇന്ന് രാത്രി നിന്നെ പഴയതിനെ ഓർത്തോണ്ടിരിക്കാനല്ല തമ്പുരാന്, അല്ലല്ലേ പഴയ സൗലിനെ അല്ല നീ ഓർക്കേണ്ടത്. പുത്തൻ അഭിഷേകത്തോടെ ഒരു ദാവീദ് പുറത്തു വരട്ടെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ റോമാലേഖനം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു. റോമാലേഖനം 8 വരുമ്പോൾ 38-39 2 വാക്യം വായിച്ചോ. 37 മുതൽ വായിച്ചോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിന് പ്രസന്റ്. ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനെന്ന് പറഞ്ഞ ഫ്യൂച്ചർ. ആമേ. ഫാസ്റ്റ് പറയുന്നില്ല അവിടെ. ഹിസ്റ്ററി പറയുന്നില്ല അവിടെ പറയുന്ന വരുവാനുള്ളതിന്. സ്വത്രം. ഫ്യൂച്ചറാ പറയുന്നേ. ഇന്ന് രാത്രി ഓരോ സ്റ്റെപ്പിലും തൻ്റെ ഭക്തന്മാരെ ദൈവം വഴി നടത്തും. സ്വത്രം പറഞ്ഞാട്ടെ. Psalms 37:23, 37:23. The steps of a good man are ordered by the Lord, and he delight in the way. ദൈവത്തിന്റെ പദ്ധതിയില്. മലയാളത്തിൽ എങ്ങനെ വായിച്ചോ? ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവം
പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. നിന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. 2024 23-ന്റെതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് 24-ലോട്ട് പ്രവേശിക്ക. ചേഞ്ച്. യോശുവയുടെ ദൈവം പറഞ്ഞു, നീ കാലുകുത്തുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കും. തരാമെന്നല്ല, തന്നിരിക്കും. You must accept that confirmation. ആ ഉറപ്പ് നിന്റെ അകത്ത് വരണം. ഉറപ്പ്. ഒരു ആമേൻ പറഞ്ഞേ, ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഫ്രഷ് അനോയിന്റിങ് എനിക്ക് വേണം. മോശ മരിച്ചു, കരഞ്ഞിരിക്കാനല്ല. എഴുന്നേക്ക് മനുഷ്യ, എഴുന്നേറ്റ് മുൻപോട്ട് ജനത്തെ നടത്ത്. യോശുവ, നീ മുൻപോട്ട് ജനത്തെ നടത്ത്. ഞാൻ മോശയോട് 5-ാം വാക്യം പറയുന്നു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. That is a confirmation. Go forward. Don't stuck. നിൽക്കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നെ അറിയാം, എൻ്റെ കുറവ് പറഞ്ഞിട്ട് എന്നെ പുഷ് ചെയ്യുന്നവർ. Come on, get up. Don't give up എന്ന് പറയുന്ന അവരാ എനിക്കിഷ്ടം. Something change. എത്ര പേര് പറഞ്ഞു I need something change? എൻ്റെ മനസ്സ് ചേഞ്ച് ആകണം. Until your mindset, your mentality change, നിങ്ങളുടെ മനസ്ഥിതി ചേഞ്ച് ആയില്ലെങ്കിൽ എന്തൊക്കെ ഉപദേശം കേട്ടാലും നാളെ കർത്താവ് വന്ന് ഇവിടെ ഉയർപ്പ് നടന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. സ്വത്രം പറഞ്ഞ് സ്വത്രം അങ്ങോട്ട് കയറത്തില്ല. ആമേ, ആമേ. ചേഞ്ച് വേണം, ചേഞ്ച് ആയി തുടങ്ങണം. ചേഞ്ച് cannot stop. You cannot stop the change. You cannot stop the time. Both will run. ചേഞ്ചിന് ഒത്തവണ്ണം നീ ചേഞ്ച് ആയ നിനക്ക് നന്നതാ. എല്ലായിടത്തും ഇമോഷണൽ വർക്കാവരുത്. നമുക്ക് ഒരു കാര്യമുണ്ട്. ഞാൻ വേറെ ആരും എക്സാമ്പിൾ ഉണ്ട്. എൻ്റെ അമ്മച്ചിയുടെ കാര്യം തന്നെ പറയാം. അമ്മച്ചിയുടെ കാര്യം പറയുമ്പോൾ അമ്മച്ചി ഇമോഷണൽ പറയും. അമ്മച്ചി ഉടനെ ഇമോഷണൽ ആകും, 2 കണ്ണുനീരൊഴുക്കും. അമ്മച്ചി അന്നേരം നമ്മൾ ടോപ്പിക് വിട്ടിട്ട് എൻ്റെ പൊന്നെ മാപ്പ്, എന്നെ മാപ്പ് തരണേ അമ്മ പറഞ്ഞിട്ട് ഞാൻ സ്ഥലം വിടും. കാരണം കാര്യം ചിന്തിക്കത്തില്ല, ഇമോഷണൽ മുൻപിൽ നിൽക്കും. ചിലർക്ക് ഇമോഷണലാ മുൻപിൽ. ഇമോഷണൽ നിങ്ങൾ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കും. ഞാൻ സത്യം പറയുക, നിങ്ങളെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഭാവിയെ കുറിച്ച് നോക്കണം, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി എന്നാന്ന് നോക്കണം. ആമേൻ, ഹല്ലേലൂയ. അതാണ് ഒരു പാസ്റ്ററായി ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ഇന്നത്തെ കാര്യമല്ല. കുടഞ്ഞ് എഴുന്നേക്ക് ബ്രദറെ, അത് കാള ബ്രദറെ, എഴുന്നേറ്റ് പണി നോക്ക് ബ്രദറെ. സ്വത്രം. ഇത് പറയുമ്പോൾ ആ പാസ്റ്ററിനോട് പോയി എൻ്റെ സങ്കടം പറഞ്ഞു, ആ പാസ്റ്റർ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ഹോ സ്വത്രം. അത് 4 പേര് കേൾക്കുന്നവർ 10 പേരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ 4 സ്വത്രം BBC-കാരുണ്ട്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അല്ല, ബാംഗ്ലൂർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. ആമേ, കൊണ്ടുപോയി കൊടുക്കും. അവർ എന്നാല് പാസ്റ്റർ അങ്ങനെ പറഞ്ഞോ? സ്വത്രം. കാര്യം തന്നെ, നീ തളർന്നു പോകരുത്. യു ഷുഡ് നോട്ട് ബി വീക്ക്. നിനക്ക് വിലപിക്കാൻ ഒരു കാലം ഉണ്ടായിരുന്നു, അതല്ല നിന്റെ ഫ്യൂച്ചർ. കം ഓൺ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തീയിൽ കൂടി കടന്നു പോയവന്, വെള്ളത്തിൽ കൂടി കടന്നു പോയവന്, പല രാത്രികൾ വളരെ കണ്ണുനീരോടെ കടന്നു പോയവന്, ദുഃഖത്തിലും പ്രയാസത്തിലും. ബട്ട് ഐ നെവർ സ്റ്റോപ്ഡ്. ഇതൊന്നും എന്നെ നിർത്തിയില്ല, എൻ്റെ വേഗതയെ കുറച്ചില്ല. ഇന്നും വേഗതയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ചലഞ്ചായിട്ട് എടുക്കും. വരട്ടെ. സ്വത്രം, സ്വത്രം. പണ്ട് കോവൂർ അമ്മച്ചിയെ കേട്ടിട്ടുണ്ടോ? മേരിക്കോവ് എൻ്റെ ഒരു മെൻറ്ററാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അമ്മച്ചിയുടെ പ്രസംഗത്തിലാണ് ഞാനൊക്കെ പ്രസംഗം പഠിക്കുന്നത് തന്നെ. സ്വത്രം. പല ഉപമകൾ
അമ്മച്ചിയുടെ ആ പ്രസംഗത്തിൽ കൂടി ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ഞാൻ ഉപയോഗിക്കാം. അമ്മച്ചി പെർമിഷൻ തന്നിട്ടാണേ. സ്വോത്രം. ആമേ. ഈ അമ്മച്ചി പറയും, ഈ ചില തെങ്ങ് ആറ്റരകത്തിൽ നെട്ടിരിക്കുന്ന തെങ്ങുണ്ട്, അതിങ്ങനെ വളഞ്ഞങ്ങനെ പോയിരിക്കുന്നത്. സ്വോത്രം. ചില തെങ്ങ് സ്വോത്രം വയലിൽ നല്ല തെങ്ങ ഇങ്ങനെ കുത്തനെ നേരെ പോയിരിക്കുന്നു, ആകാശത്തോളം ഉയർന്നിരിക്കും, പക്ഷെ വേരിന് കട്ടിയില്ല. സ്വോത്രം. ഈ തെങ്ങിന് ഇത്രയും സ്ട്രോങ് എന്താ അറിയോ? കാരണം എന്താ അറിയോ? ഈ ആറ്റരകത്തിൽ നെറ്റിരിക്കുന്ന ഈ തെങ്ങ് പല കാറ്റടിക്കുമ്പോൾ ഇത് വന്ന് കുലുങ്ങും. കാറ്റ് പറയും ഇപ്പം വീഴുമെന്ന് പറയുമ്പോൾ ഇതൊന്നുകൂടി ഉറയ്ക്കും. സ്വത്രം. ഇതിൻ്റെ വേരൊന്ന് ആഴത്തിലേക്ക്, ആ ഗ്യാപ്പ് കിട്ടിയ ഗ്യാപ്പിൽ കുറച്ചുകൂടി ആഴത്തിൽ ഇറക്കും. ഇന്ന് പ്രതികൂലത്തിനും പ്രതിസന്ധിയിലും കടന്നു പോകുമ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ ആഴത്തിൽ ഞാൻ ഇറങ്ങും, ഇതിനെ ഞാൻ ജയിക്കും, ഞാൻ മുൻപോട്ട് പോകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഉറക്കെ ഒരാമേ പറഞ്ഞാട്ടെ. ചേഞ്ച് ഒരു ചേഞ്ച് എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരു ചേഞ്ച് വേണം, എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണം, എൻ്റെ സ്വഭാവത്തിലൊരു ചേഞ്ച് വേണം, എൻ്റെ മിനിസ്ട്രിയിൽ ഒരു ചേഞ്ച് വേണം എന്നാഗ്രഹിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വാതുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. 2024 കയറുന്നതിന് മുൻപ് എൻ്റെ ബുദ്ധിമണ്ഡലത്തെ ഒന്ന് പ്രകാശിപ്പിക്കുമപ്പാ. നിൻ്റെ വാഗ്ദത്തങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നപ്പാ. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ ഇന്ന് ദൈവസന്നിധാനത്തിൽ ചില പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ ചില ശബ്ദം ഉയരട്ടെ. ദൈവസന്നിധാനത്തിൽ ഉയരട്ടെ. പുത്തൻ അഭിഷേകത്തോടെ, പുത്തൻ കാഴ്ചപ്പാടോടെ, ഹല്ലേലൂയ, ദൈവസന്നിധാനത്തിൽ സമർപ്പണത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചോ. വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിച്ചോ. എനിക്കൊരു പുതിയത് ആവശ്യമുണ്ട്, പുത്തൻ അഭിഷേകം ആവശ്യമുണ്ട്, പുത്തൻ ദർശനം ആവശ്യമുണ്ട്, പുത്തൻ ശുശ്രൂഷ ആവശ്യമുണ്ട്. പലപ്പോഴും ഞാൻ തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. പാറപ്പുറത്തിൽ വീഴുന്ന വിത്തിനെ പോലെ സ്തോത്രം, വെള്ളമില്ലാത്തത് കൊണ്ട്, ആഴത്തിൽ വേരിറങ്ങാൻ പറ്റാത്തത് കൊണ്ടും, ഹല്ലേലൂയ, വചനം കേട്ടതും ദൈവശബ്ദം കേട്ടത് അകത്ത് ഉള്ളിൽ കയറുന്നില്ല. ചില പാറയായിരിക്കുന്ന ഉള്ളങ്ങളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവം പൊട്ടിക്കട്ടെ. ആ കഠിന ഹൃദയം പൊട്ടട്ടെ. എൻ്റെ മേലൊരു പുത്തൻ അഭിഷേകം വേണം. എൻ്റെ പ്രസംഗ ശൈലി മാറണം, എൻ്റെ ജീവിത ശൈലി മാറണം, എൻ്റെ കാഴ്ചപ്പാട് ഒന്ന് മാറണം, എൻ്റെ അഭിഷേകം ഒന്ന് മാറിത്തരണം കർത്താവേ. പുത്തൻ അഭിഷേകത്തോടെ, ഹല്ലേലൂയ, പുത്തൻ കാഴ്ചപ്പാടോടെ എന്നെ നിറയ്ക്കുമപ്പാ. വാതുറന്ന് പ്രാർത്ഥിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. വാതുറന്ന് പ്രാർത്ഥിച്ചേ. Ordinary thinking level, extraordinary thinking level, രണ്ടിനും വ്യത്യാസമുണ്ട്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് മുൻപോട്ട് പോകാൻ, മടിച്ചു നിൽക്കാനല്ല, അടുത്ത ലെവലിലേക്ക് ഉയരാനാണ്. അടുത്ത ലെവലിലോട്ട് move to the next level. Move to the next level. നിങ്ങൾക്കറിയാമോ, ഒരക്ഷരം പോലും മലയാളം വായിക്കാനോ എഴുതാനോ എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു നീ മലയാളത്തിൽ പ്രസംഗിക്കണമെന്ന്. ഞാൻ മടി കാണിച്ചില്ല. യെസ് സാറെന്ന് സല്യൂട്ട് അടിച്ച് ഞാൻ മേടിച്ചു. ഇന്ന് ലോകത്തിൻ്റെ പല കൺവെൻഷനുകളും ക്രൂസൈഡുകളും കോൺഫറൻസുകളും, ഹല്ലേലൂയ,
പല രാജ്യങ്ങൾക്കിറങ്ങി ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നു. എന്നാ കാരണം? എനിക്കറിയത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ലെവലിൽ ഉയരാൻ പറ്റുകയില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവൻ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിവുള്ളവനാണ്. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ പാലകനെന്ന് പറയരുത്, നിന്റെ വായിൽ ഞാൻ എൻ്റെ വചനം വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിന്റെ വായിൽ വചനം വെച്ചിരിക്കുന്നു, അഭിഷേകം വെച്ചിരിക്കുന്നു. കർത്താവേ, ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഒരാണ്ട് ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. 2023 ഉന്നത ശക്തികൾ, ജോയിൻസ് കർത്താവേ താഴെ വീഴുന്നു. ഞങ്ങൾക്ക് വിരോധമായി ഉയർന്ന ശക്തികളെ ദൈവം തകർത്തു. ഞങ്ങൾ 2024 കയറുമ്പോൾ ഞങ്ങൾക്കൊന്നറിയാംപ്പാ, ഞങ്ങൾ പഴയതിനെ കൊണ്ടല്ല, പുത്തൻ അഭിഷേകത്തോടെ ഞങ്ങൾ കയറും. അതിനുവേണ്ടി ഇതിൻ്റെ ജനത്തെ ഒരുക്കുമപ്പാ, സാന്നിധ്യം കൊണ്ട് പൊതിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഓൺലൈനിൽ കൂടി ഞങ്ങളെ വീക്ഷിച്ചവരുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സന്തോഷമുള്ളവരുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. God bless you. Thank you. Well in advance, Happy New Year to you all. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ. Well in advance. God bless you. Thank you.